ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നിങ്ങൾക്ക് ഞാൻ അതിമനോഹരമായൊരു കാഴ്ച കാണിച്ചു തരാം. മാത്രമല്ല ഞാനിത് ഫസ്റ്റ് ടൈമാണ് ജേഡ് വെയിൻ ഇതുപോലെ പൂവിട്ട് കാണുന്നത്. നമ്മൾ ഒരുപാട് പേർക്കിത് ഓൺലൈനായിട്ട് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേരും വളരെ ഇഷ്ടത്തോടു കൂടി ഇത് ആവശ്യപ്പെടുമ്പോൾ എനിക്ക് അത്ര കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് അയച്ചു കൊടുക്കാനായിട്ട്. കാരണം ഇത് അത്രയും സൗന്ദര്യമുള്ളൊരു പൂവാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. പ്രൈസും എൻ്റെ വിശ്വാസവും തമ്മിൽ ഒരു ടാലി ആവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഇത് വാങ്ങാനായിട്ട്. പിന്നെ ഇത് എൻ്റെ സ്വന്തം ഗാർഡനാണെന്നൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഫേസ് നിങ്ങൾക്ക് വളരെ പരിചിതമായിരിക്കും. ഹാൻസി വർക്കി അവരുടെ സ്വന്തം സ്ഥലത്താണ് ഞാൻ നിൽക്കണേ. ലൊക്കേഷൻ പറഞ്ഞു തരാം. അതായത് തൃശ്ശൂർ കാഞ്ഞാണി റോഡ്, മണലൂർ വെസ്റ്റ്, അവിടെ ഗവൺമെൻറ് ഹൈസ്കൂള്, അതിൻ്റെ അടുത്ത് ആരോട് ഇപ്പോൾ ചോദിച്ചാലും നിങ്ങൾക്ക് സ്ഥലം പറഞ്ഞു തരും. നഴ്സറിയുടെ പേര് ഹവായ് ഓർക്കിഡ്സ് എന്നാണ്. പക്ഷേ വർക്കി ആൻസി എന്ന പേരിലാണ് ഇവർ പ്രൊഫൈലും ഫേസ്ബുക്ക് ഇവിടെയൊക്കെ അറിയപ്പെടുന്നത്. ഒരു കാര്യം ഞാൻ എന്തായാലും ഉറപ്പ് തരാം, ചെടികളെയും പൂക്കളെയും ഒക്കെ സ്നേഹിക്കുന്നവർക്ക് തൃശ്ശൂർ കാഞ്ഞാണി റോഡ് വഴി മണലൂരിലേക്ക് ഉള്ള ഒരു യാത്ര നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടമാവില്ല. അപ്പോൾ ഇവർ വർക്കി മാൻസിയും ഇവരുടെ ഓർക്കിഡ് ശേഖരത്തെക്കുറിച്ചാണ് ഫേമസ് ആയിട്ടുള്ളത്. എന്നാൽ ഒരു ചെടിപ്രേമിയെ തൃപ്തിപ്പെടുത്താൻ പറ്റിയ എല്ലാ സാധനങ്ങളും ഇവരുടെ കയ്യിലുണ്ട്. അവർ പരിപാലിച്ചു പോരുന്നുണ്ട്. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന സൈസിലുള്ള ജെയ്ഡ് വൈൻ പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓൺലൈനായിട്ടും സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓൺലൈനിലൊക്കെ നോക്കിയാൽ കാണാം 2 പ്രൈസിൽ ഈ ചെടി അവൈലബിൾ ആണ്. 350 to 400 റേഞ്ചിലും അതുപോലെ തന്നെ 750 to 850 ലെവലിലും. അതാണ് പാൻസി പറഞ്ഞത്. അതാണ് ചെറിയ പ്ലാന്റ്സ്, അതായത് 350-400 റേഞ്ചിൽ കിട്ടണത് കംപ്ലൈൻറ്റ് വരികയാണ്, ഒടിഞ്ഞു പോയി അല്ലെങ്കിൽ വേര് പിടിച്ച് കിട്ടുന്നില്ലെന്ന്. അപ്പം അതുകൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്തു. ഈ സൈസിലുള്ള വില അല്പം കൂടുതലുള്ള ചെടികളാണ് ഇപ്പോൾ സെൽ ചെയ്യുകയും ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചെടികളെക്കുറിച്ചല്ല, എൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ചാണ്. അത് പറയാൻ കാരണം ഇത്രയും ചെടികളും ഒക്കെ ഈ കാണുന്നതൊന്നുമല്ല. ഇവരുടെ കളക്ഷൻ ഒരുപാട് പ്രത്യേക തരത്തിലുള്ള ചെടികൾ ഇവർ സംരക്ഷിച്ചു പോരുന്നുണ്ട്. മറ്റ് നഴ്സറികൾ പ്ലാന്റുകൾ സെല്ല് ചെയ്യുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായാണ് വർക്കിയാൻസീസ് സെൽ ചെയ്യുന്നത്. അതായത് ഇവിടെ കൊണ്ടുവന്ന് വളർത്തി നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന തരത്തിലേക്ക് മാറ്റിയെടുത്തിട്ടാണ് ഓൾമോസ്റ്റ് ഓൾ ചെടികളും ഇവർ സെൽ ചെയ്യുന്നത്. ഇത് എത്ര ദിവസം നിൽക്കും? 10 ദിവസമൊക്കെ മാക്സിമം നിൽക്കും. പിന്നെ പ്രത്യേകിച്ച് അപ്പൊ ഈ കാണുന്നതാണോ ഇതിന്റെ കട? ഈ ഒരൊറ്റ കട തന്നെയുള്ളൂ? അല്ല, 2 കട. ഇത് അപ്പൊ അവിടെ സാൻഡ് പേപ്പർ വൈൻ. ഈ ഇരുമ്പ് പൈപ്പിന്റെ അപ്പുറത്ത് നിൽക്കണ ഇതിന്റെ അടിയില് നല്ലപോലെ ഇലകളും ഒക്കെ വീണ് മൾച്ചിങ് ചെയ്ത പോലെ കിടക്കണം. അപ്പൊ ഇത് ഇത്ര നാളായി പൂക്കാൻ തുടങ്ങിയിട്ട്? ഒരു മാസം മുമ്പ് ഒരു 8-10 കൊല ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് അത് പോയി. കഴിഞ്ഞിട്ടാണ് ഇതുപോലെ നിറയെ. അല്ല, നിങ്ങൾക്ക് ഈ തോട്ടത്തിൽ ഇപ്പൊ ഏറ്റവും ഇഷ്ടം ഇതിനോട് തന്നെയാവും ശരിക്കും. ഓർക്കിഡിന്റെ ആൾക്കാരാണ് ഇവര്. ആദ്യമായിട്ടുണ്ടാവണം. കഴിഞ്ഞ കൊല്ലം നമ്മളവിടുന്ന് കൊണ്ടുപോകുന്നതിന് നമ്മളിത് സെയിൽ തുടങ്ങിയിട്ട് കുറെ നാളായി. അപ്പൊ അവർക്കൊക്കെ ഉണ്ടായിന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അതേത് തണുത്തുള്ള സ്ഥലങ്ങളാണ്? അല്ല, ചേർത്തല അവർക്കൊക്കെ ഉണ്ടാവുകയെന്ന് പറഞ്ഞു. പാൻസി എത്ര സൈസുള്ള പ്ലാന്റ് നട്ടിരുന്നേ? ഇപ്പൊ നമ്മളവിടെ കാണിച്ച സൈസിലുള്ളതാ വിറ്റത്. അത്ര വലുപ്പമുള്ളത് മേടിച്ചു വെച്ചിട്ട്, അതായത് ഏകദേശം ഒരു 1.5 വർഷം മുമ്പ് അവിടെ കാണിച്ചില്ലേ ഇവര് സെൻഡ് ചെയ്യാൻ ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള സൈസ്. ആ സൈസിലുള്ള പ്ലാന്റ് വെച്ചു. ഈ വർഷമായപ്പോഴേക്കും അതുമ്മ
പൂവുണ്ടായി. നേരത്തെ നമ്മൾ പറഞ്ഞത് ഞങ്ങൾ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞില്ലേ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസി പറയായിരുന്നു ഒറ്റയ്ക്ക് എങ്ങനെയാണ് ഈ ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും അതുപോലെ സെയിൽ. അപ്പോൾ എനിക്ക് ഓൺലൈൻ സെയിലുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് ഇവിടെ നിന്നാണ്. ആൻസി വർക്കിയുടെ ഓർക്കിഡാണ് ഞാൻ ആദ്യമായിട്ട് ഓൺലൈനിൽ സെൻഡ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ സെൽ ചെയ്യാൻ വേണ്ടി ഇവരെ പരിചയപ്പെട്ടതല്ല. എൻ്റെ ലാസ്റ്റ് വീഡിയോ കുറേ പേരൊന്നും കണ്ടിട്ടില്ല, അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അത് മണലൂരിൽ പച്ചമുളക് കൃഷിയെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നെ കല്യാണം കഴിച്ച വീട് ആണ് അത്. ബ്രദർ ഡോക്ടർ ടി വി ആൻ്റണിയുടെ ഫാം ഒക്കെ കാണിച്ചു. അതിൽ നിന്ന് 4 വീട് അപ്പുറമാണ് ഈ വീട്. അതായത് വർക്കി ആൻസി എന്ന് പറയുമ്പോൾ വർക്കി ആൻസിയും ഇവരുടെ വീട്. വർക്കി എൻ്റെ ഹസ്ബൻഡിൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. അതുമാത്രമല്ല, ഞാൻ കല്യാണം കഴിച്ച് വരുമ്പോഴേ ഈ വീട് പൂക്കളെ കൊണ്ടും പ്രാവുകൾ നിറച്ച് പ്രാവുകളെ വളർത്തുന്ന വീട്. പിന്നെ ഇവരുടെ അമ്മച്ചി ഡാലിയപ്പൂക്കളുടെ വലിയ ശേഖരം സൂക്ഷിച്ചിട്ടുള്ള ആളായിരുന്നു. ഇത് പുതിയ മുട്ടുകളാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഒരു 5000 സബ്സ്ക്രൈബേഴ്സെങ്കിലും ആയിട്ട് ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ജേഡ് വൈൻ പൂത്തപ്പോൾ നിർബന്ധമായിട്ടും എന്നോട് പറയായിരുന്നു ഇത് വന്നെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഓടി വന്നെടുത്തതാണ്. എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല, എൻ്റെ കയ്യിൽ മൈക്കില്ല. എപ്പോഴും ചെയ്യുന്ന ഈ ഒരു ഫോൺ വെച്ചിട്ട് തന്നെയാണ് ഇതും എനിക്ക് ചെയ്യാൻ സാധിച്ചത്. 5000 സബ്സ്ക്രൈബേഴ്സെങ്കിലും ആകുമ്പോൾ മൈക്ക് സ്റ്റാൻഡ് എല്ലാത്തോടും സെറ്റപ്പോടും കൂടി വരണം എന്നാണ് വിചാരിച്ചേക്കണേ. ഇനിയും അത് സാധ്യമാക്കാൻ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ലൈക്കും ഷെയറും ഒക്കെ ആവശ്യമുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.